ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ വീഡിയോ ചിയാ സീഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്താണ് ചിയാ സീഡ്? ചിയാ സീഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എപ്പോൾ കഴിക്കണം, എങ്ങനെയാണിത് ചിയാ സീഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്, അതിനെല്ലാത്തിനെയും പറ്റിയിട്ടുള്ളൊരു ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് എന്താണ് ചിയാ സീഡ്സ് എന്ന് നോക്കാം. ചിയാ സീഡ്സ് ആർ ബ്ലാക്ക് ഓർ വൈറ്റ് സീഡ്സ് ഡിറൈവ്ഡ് ഫ്രം ദ സാൽവിയ ഹിസ്പാനിക്ക പ്ലാന്റ്, എ മെമ്പർ ഓഫ് മിൻറ്റ് ഫാമിലി. അതായത് നമ്മുടെ മിൻറ്റ് ഫാമിലിയിലുള്ള മിൻറ്റ് ഗണത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ് സാൽവിയ ഹിസ്പാനിക്ക. ആ പ്ലാന്റിൻ്റെ സീഡ്സാണ് നമ്മുടെ ചിയാ സീഡ് എന്ന് അറിയപ്പെടുന്നത്. വൈറ്റ് കളറിലും ഉണ്ട്, ബ്ലാക്ക് കളറിലും ഉണ്ട്. These small seeds have been a part of human diets for over 5,000 years. ഒരു 5000 വർഷത്തിന് മുകളിലായിട്ട് നമ്മൾ പലരും നമ്മുടെ നമ്മൾ മനുഷ്യർ ഡയറ്റിൻ്റെ ബേസിൽ, അതായത് ഡയറ്റൊക്കെ എടുക്കുന്നവർ കൂടുതലും ഇത് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഡയറ്റൊക്കെ എടുക്കുന്നവരുടെ എല്ലാവരുടെയും ലൈഫിലെ ഒരു പാർട്ടാണിപ്പോൾ ചിയാ സീഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും റീൽസിലൊക്കെ വരുന്നത് ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ചിയാ സീഡ് ഉണ്ടാവാതെ ഒരു ഡയറ്റ് പോലും ഇല്ല. ചിയാ സീഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും അതിൽ കൂടുതലും കാണിക്കാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡയറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്തൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിലും അയാളുടെ ലൈഫിലെ ഒരു പാർട്ട് തന്നെയാണ് ചിയാ സീഡ്സ്. അപ്പോൾ ചിയാ സീഡ്സ് എങ്ങനെയാണ്? മിൻറ്റ് ഫാമിലിയിൽപ്പെട്ട സാൽവിയ ഹിസ്പാനിക്ക പ്ലാന്റിൽ നിന്നാണ് നമ്മുടെ ചിയാ സീഡ് ഉണ്ടാക്കുന്നത്. അത് പലർക്കും അറിയില്ലായിരിക്കും. അപ്പോൾ ഈ സാൽവിയ ഹിസ്പാനിക്ക പ്ലാന്റിന്റെ സീഡാണ് ചിയാ സീഡ്. നമ്മുടെ ഹെൽത്തിനും ബോഡിക്കും ഒക്കെ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സീഡാണ്. അപ്പോൾ നമുക്കതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കാം. ചിയാ സീഡ് നമ്മുടെ ഹെൽത്തിന് തരുന്ന ബെനിഫിറ്റ്സ്, അതിൽ ആദ്യം തന്നെ റെഡ്യൂസിങ് ബ്ലഡ് പ്രഷർ, അതായത് ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവല് ലോവർ ആക്കും. പിന്നെ ഡൈജഷൻ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു ബെനിഫിറ്റ്, ഹെൽത്ത് ബെനിഫിറ്റ് ചിയാ സീഡിൻ്റെ. സപ്പോർട്ട് ഡൈജഷൻ, നമ്മുടെ ഡൈജഷനൊക്കെ നല്ല കൺട്രോൾഡ് ആവും. അതായത് രാവിലെയൊക്കെ ഒരു ഹോട്ട് വാട്ടറിൽ ചിയാ സീഡ് ഇട്ട് കുടിക്കുന്നതൊക്കെ നമ്മുടെ രാവിലെ അല്ലെങ്കിൽ രാത്രി നമ്മുടെ ഡൈജഷനൊക്കെ ഒന്ന് കൺട്രോൾ ആക്കാനായിട്ട് സഹായിക്കും. ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കും ചിയാ സീഡ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സീഡാണ്. നെക്സ്റ്റ്, വെയിറ്റ് മാനേജ്മെൻറ്റ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഡയറ്റൊക്കെ നോക്കുന്നവരുടെയൊക്കെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ചിയാ സീഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറ്റ് നോക്കുമ്പോൾ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനത്തെ ഡയറ്റാണ് നോക്കുന്നത്, ആ ഡയറ്റിൽ എല്ലാവർക്കും ഇപ്പോൾ വെയിറ്റ് ഗെയിനിങ് ഡയറ്റും ഉണ്ട്, വെയിറ്റ് ലോസ് ഡയറ്റും ഉണ്ടല്ലോ. ഈ രണ്ട് ഡയറ്റിലും ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ചിയാ സീഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. വെയിറ്റ് മാനേജ്മെന്റ് ആണ് ചിയാ സീഡിന്റെ വേറൊരു വലിയ ബെനിഫിറ്റ്. ദെൻ റെഡ്യൂസിങ് ഇൻഫ്ലമേഷൻ, കൺട്രോൾ ഡയബറ്റീസ്. ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ നമ്മുടെ ഈ ചിയാ സീഡ് എങ്ങനെയെങ്കിലും ഫുഡിൽ കൺസ്യൂം ചെയ്യാനായിട്ട് ചിയാ സീഡ് ഉൾപ്പെടുത്തിയ ഫുഡ് കൊടുക്കുക. അത് വളരെ നല്ലതാണ്, അവരുടെ ഡയബറ്റീസ് ഒക്കെ കൺട്രോൾഡ് ആവും. പ്രൊട്ടക്റ്റിംഗ് അഗെയിൻസ്റ്റ് ക്രോണിക് ഡിസീസസ്, പല ക്രോണിക് ഡിസീസസിനും എതിരെ നമുക്ക് എഗെയിൻസ്റ്റ് നമുക്ക് അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഓരോ ഡിസീസസിൻ്റെയും ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മുടെ ചിയാ സീഡിനെ സഹായിക്കും. ആൻഡ് ഇംപ്രൂവ്സ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ കുറക്കാൻ സഹായിക്കും. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ബിസി ലൈഫ് സ്റ്റൈലിൽ കൂടുതലും ആളുകൾക്കുള്ള പ്രശ്നമാണ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. നമ്മുടെ ഇപ്പോൾ അതിൻ്റെ റേറ്റ് കൂടി വരിക എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ചിയാ സീഡിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് പ്രോട്ടീൻ. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഫാറ്റി ആസിഡ്സ് ഉള്ള ഫ്രൂട്ട്സ് നമുക്ക് എനർജി, നമുക്ക് നമ്മുടെ ഡെയിലി വേണ്ട നമ്മുടെ എനർജി, പിന്നെ നമ്മുടെ പല ബോഡി സിസ്റ്റത്തിൻ്റെയും ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. അത് കൂടുതലും ഇപ്പം നമ്മുടെ ചിയാ സീഡ് അല്ലാതെ കൂടുതലും ഉള്ളത് ഫിഷിലും ഫ്ലാക്സ് സീഡ്സിലും ഒക്കെയാണ്. പിന്നെ ഫൈബർ,
ഫൈബർ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽത്തി ആയിട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂട്രിയൻ്റ് ആണ് ഫൈബർ. പിന്നെ കൂടുതൽ നമ്മൾ ഫൈബർ അല്ലെങ്കിൽ കൂടുതലെന്നല്ല അഡിക്വേറ്റ് ഫൈബർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഡിസീസൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ പല ഡിസീസസ്, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് മാത്രമല്ല 2 ടൈപ്പ് ഓഫ് ക്യാൻസറിനെ വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതിൻ്റെ റിസ്ക് വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ന്യൂട്രിയൻ്റ് ആണ് ഫൈബർ എന്ന് പറഞ്ഞാൽ. ഫൈബർ ചിയാ സീഡിലല്ലാതെ വേറെ എന്തിലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട്സിൽ, പിന്നെ നമ്മുടെ ചിയാ സീഡ് അല്ലാതെ വേറെ സീഡ്സിൽ, വെജിറ്റബിൾസിൽ, ബ്രൊക്കോളി, ക്യാരറ്റിൽ, പിന്നെ വീറ്റിൽ, അങ്ങനെ പല ഫുഡിലും ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ചിയാ സീഡ് അല്ലാതെ നിങ്ങൾ അതും കൺസ്യൂം ചെയ്യണം. പിന്നെ അടുത്തത് ആൻറ്റി ഓക്സിഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് തന്നെയാണ് ആൻറ്റി ഓക്സിഡൻസ്. പക്ഷേ നമ്മൾ എക്സസൈസ് അത് ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ന്യൂട്രിയൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻസ്. അത് ചിയാ സീഡിലല്ലാതെ ഓണിയനിൽ, ഗാർലിക്കിൽ, പിന്നെ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാരറ്റിൽ, എഗ് പ്ലാന്റിൽ, ഫ്രൂട്ട്സിൽ, മാംഗോസിൽ കൂടുതലുണ്ടാവും. പിന്നീട് പ്രോട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ പ്രോട്ടീൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ബോഡി ബിൽഡിങ്ങിനും നമ്മുടെ മസിൽസൊക്കെ റിപ്പയർ ചെയ്യാനും മസിൽസും നമ്മുടെ ബോൺസൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പ്രോട്ടീൻ കൂടുതലും ആളുകൾ കഴിക്കുന്നത്. അപ്പോൾ പ്രോട്ടീനും റിച്ച് ആയിട്ടുള്ളൊരു സീഡ് തന്നെയാണ് ചിയാ സീഡ്. നമ്മുടെ പ്രോട്ടീൻ കാരണമാണ് നമ്മുടെ ഹോർമോൺസ് ആൻഡ് എൻസൈംസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതും റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ് നമ്മുടെ ചിയാ സീഡ്. പിന്നെ പ്രോട്ടീൻ ഉള്ള വേറെ കൂടുതൽ പ്രോട്ടീൻസ് ഉള്ള വേറെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മീറ്റ്, എഗ്ഗ്, ഇപ്പോൾ നമ്മൾ ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയായിരിക്കും അവർ കൂടുതലും മീറ്റും എഗ്സും ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്. കാര്യം അവർക്ക് പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വേറെ ഫുഡ് ഐറ്റംസ് ആണ് മീറ്റും എഗ്സും. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ന്യൂട്രിയൻസ് ഉള്ള ഒരു സീഡാണ് ചിയാ സീഡ്. omega-3 ഫാറ്റി ആസിഡ്സ്, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് പ്രോട്ടീൻ. അപ്പോൾ ഇത്രയും ന്യൂട്രിയൻസ് റിച്ച്ഡാണ് നമ്മുടെ ചിയാ സീഡ്സ്. അത് മാത്രമല്ല നമ്മുടെ ചിയാ സീഡ് സ്കിൻ ബാരിയർ റിപ്പയർ, നമ്മൾ നേരത്തെ ഹെൽത്തിൻ്റെ കാര്യം, ബോഡിയുടെ കാര്യമൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സ്കിന്നിനും ഇതിന് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഡാമേജ് ടു ദ സ്കിൻ ക്യാൻ കോംപ്രമൈസ് ഇറ്റ്സ് ഫങ്ഷൻ, ലീഡിങ് ടു ഡീഹൈഡ്രേഷൻ, ഇൻഫ്ലമേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് സക്സെപ്റ്റിബിലിറ്റി ടു ടോക്സിൻസ്. അതായത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ നമ്മൾ പകരം കൊടുക്കേണ്ടത് നമ്മുടെ സ്കിന്നിൻ്റെ ഫങ്ഷൻ, പിന്നെ നമ്മുടെ സ്കിന്ന് ഡീഹൈഡ്രേറ്റഡ് ആവും, കൂടുതലും നമ്മുടെ ടോക്സിൻസിൻ്റെ സക്സെപ്റ്റിബിലിറ്റി കൂടും, ഇൻഫ്ലമേഷനും കൂടും. Chia seeds contain essential nutrients such as vitamin E, zinc and niacinamide which promote skin repair and maintenance. അതായത് ചിയാ സീഡിൽ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വിറ്റമിൻ ഇയും സിങ്കും നിയാസിനമൈഡും ഉണ്ട്. അതെന്തിനുള്ളതാണ്? ഈ 3 എസെൻഷ്യൽ ന്യൂട്രിയൻസും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനും നമ്മുടെ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ന്യൂട്രിയൻസ് ആണ്. These nutrients helps the skin to improve moisture retention and enhance its ability to detoxify and defend against external stressors. ഈ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ റിട്ടേൺ ചെയ്യാനും നിലനിർത്താനും അത് നമ്മുടെ എബിലിറ്റി, നമ്മുടെ എക്സ്റ്റേണലായിട്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഡാമേജിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ എബിലിറ്റിയും നമ്മുടെ സ്കിന്നിന് ആര് തരും? ഈ ചിയാ സീഡ്സ് തരും. കാര്യം അതിന് പറ്റിയ ന്യൂട്രിയൻസ് ചിയാ സീഡ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ ബോഡിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും വേണ്ട ന്യൂട്രിയൻസ് ചിയാ സീഡ്സിലുണ്ട്. സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കിയാൽ മൊത്തം നിങ്ങൾക്കറിയാം, നമ്മുടെ എക്സ്റ്റേണൽ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമ്മുടെ ഫേസ് ഡള്ളും ഡീഹൈഡ്രേറ്റഡ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ചിയാ സീഡ്സ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ചിയാ സീഡ്സ് കൺസ്യൂം മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പലരും പാക്കിലും സ്ക്രബിലും അല്ലെങ്കിൽ ഫേസ് മാസ്കിലൊക്കെ ചിയാ സീഡിൻ്റെ
ചിയാ സീഡ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പലരും പല ഫേസ് പാക്കും വീഡിയോസ് കാണുന്നുണ്ട്. അതെന്തോരം റിസൾട്ട് തരും എന്ന് എനിക്കറിയില്ല. നമ്മൾ ചിയാ സീഡ്സ് കൂടുതലും ഇൻടേക്ക് ചെയ്യുകയാണെങ്കിലായിരിക്കും കൂടുതലും ബെനിഫിറ്റായിട്ട് തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതലും നിങ്ങൾ പുറമേ തേക്കാതെ ഇതുപോലെയുള്ള ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്, സീഡ് എല്ലാം നിങ്ങൾ കൺസ്യൂം ചെയ്യാണ് വേണ്ടത്. അതിലൂടെ നിങ്ങളുടെ സ്കിന്നും ബോഡിയും ഒക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ചിയാ സീഡ് കൺസ്യൂം ചെയ്യാം? ഞാൻ നേരത്തെ കൂടുതൽ കൺസ്യൂം ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതെങ്ങനെ കൺസ്യൂം ചെയ്യാം? നമുക്കൊരു പുഡിംഗ് റെസിപ്പിയായിട്ട് തന്നെ കൺസ്യൂം ചെയ്യാം. അതിൻ്റെ റെസിപ്പി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയ ഒരു റെസിപ്പിയാണ്. എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ഒരു ഡേ എങ്ങനെ ആയിരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിശ്ചയിക്കുന്നതെന്ന് പറയില്ല. അതുപോലെ തന്നെ നമ്മളെപ്പോഴും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ അത്രയും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് വേണം നമ്മൾ കഴിക്കാൻ. നമ്മുടെ രാവിലത്തെ ആദ്യം കഴിക്കുന്ന ഫുഡായിരിക്കും നമ്മുടെ അന്നത്തെ ഡേ ഫുൾ കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ചിയ പുഡിംഗ് റെസിപ്പി അല്ലെങ്കിൽ ചിയ സീഡ് കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കുറച്ച് ഓട്സ് എടുക്കുക. ഓട്സ്, ഹെൽത്തി ഓട്സ്, റോൾഡ് ഓട്സ് എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് ചിയ പുഡിംഗ് ഇടുക. നമ്മളൊരു 1 കപ്പ് ഓട്സ് ആണെങ്കിൽ ഒരു 2 സ്പൂൺ, അത്യാവശ്യം മീഡിയം സൈസ് സ്പൂൺ, 2 സ്പൂൺ ഇട്ടോ ചിയ സീഡ്, 2-3 സ്പൂൺ ഇട്ടോ ചിയ സീഡ്സ്, നല്ലതല്ലേ. 2-3 സ്പൂൺ ചിയ സീഡ്സ്, എന്തെങ്കിലും ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ മിൽക്കോ, പാക്കറ്റിൽ കിട്ടുന്ന മിൽക്കോ ഒഴിക്കുക. അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിക്കാം. യോഗേർട്ട് എടുക്കുക. യോഗേർട്ട് അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത കേർഡ് എടുക്കുക. അത് 1 സ്പൂൺ ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓവർനൈറ്റ് നന്നായിട്ടത് കവർ ചെയ്തിട്ട്, നമ്മൾ ഏത് ബോക്സിലാണോ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഓവർനൈറ്റ് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അതെടുത്തിട്ട് നമ്മൾ കുറച്ച് സീഡ്സ്, നമ്മുടെ ചിയ സീഡ്സ്, പിന്നെയും വേണമെങ്കിൽ ചിയ സീഡ്സ് ആഡ് ചെയ്യാം കേട്ടോ. ബാക്കി കുറച്ച് വേറെ സീഡ്സുകളില്ലേ, കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടുന്ന വേറെ സീഡ്സുകളും ഉണ്ട്. പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, അങ്ങനത്തെ സീഡ്. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ്, ബനാന, സ്ട്രോബെറീസോ, വേറെ ഫ്രിഡ്ജിൽ നമുക്ക് ഇരിക്കുന്ന കുഞ്ഞു ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് ഇടുക. പിന്നെ നമുക്ക് നട്ട്സ് ഇടാം. കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്, ഡ്രൈഡ് ഗ്രേപ്സ് എന്തെങ്കിലും ഇടാം. മിക്സ് ചെയ്യാം, കഴിക്കാം. ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ അന്നത്തെ. ഇത് പിന്നെ നിങ്ങൾക്ക് മധുരം വേണമെന്നാണെങ്കിൽ ഡോണ്ട് ആഡ് ഷുഗറിന് വരെ ഹണി ചേർക്കുക, എന്നിട്ട് കഴിക്കുക. ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഡ്രിങ്ക് കുടിക്കില്ലേ, അത് കൂടുതലും പാൽ ചായ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജ്യൂസ് അത് കുടിക്കാതെ ഒരു ഹോട്ട് വാട്ടർ എടുക്കുക. അതിലേക്ക് ചിയ സീഡ് 1 സ്പൂൺ, ഒരു ഗ്ലാസ്സാണ് ഹോട്ട് വാട്ടർ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 1 സ്പൂൺ ചിയ സീഡ് ഇടാം. ഒരു 10 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത്രയ്ക്ക് ചൂട് പോകരുത്, വെള്ളം തണുക്കരുത്, കുറച്ച് ചൂടുണ്ടാവണം. ചൂട് പോവാതെ ഒരു 5 to 15 മിനിറ്റ്സ് ഇടുക. എന്നിട്ട് ആ വെള്ളം കുടിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഇതിലും നല്ല ഹെൽത്തി ഫുഡ് വേറെ കഴിക്കാനുണ്ടാവില്ല. പിന്നെ നമ്മൾ ഇതിപ്പോൾ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വേണം വേറെ ഒന്നും ഇടാതെ ചിയ പുഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യണം എന്നാണെങ്കിൽ ഇതിൽ ഞാൻ ഓട്സ് പറഞ്ഞില്ല, ആ ഓട്സ് കട്ട് ചെയ്യുക. റെഫ്രിജറേറ്ററിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചിയ പുഡിംഗ് ഒരു 3-4 സ്പൂണിലേക്ക് കേർഡും മിൽക്കും ഹണിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഓവർനൈറ്റ് കഴിഞ്ഞ് മോർണിംഗ് എടുക്കുമ്പോഴത്തേക്കും നട്ട്സും സീഡൊക്കെ ആഡ് ചെയ്ത് കഴിക്കുക. അങ്ങനെ ചെയ്യുക കേട്ടോ. ചിയ പുഡിംഗ് റെസിപ്പി ആണെങ്കിൽ ആ ഓട്സ് എടുത്ത് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ ഓട്സും കൂടി ഇടുക, അത് കൂടുതൽ ബെനിഫിറ്റ് തരും. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചിയ പുഡിംഗ് റെസിപ്പി. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ചിയ സീഡ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്തോരം ബെനിഫിറ്റ് കിട്ടും. നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ബോഡി ഹെൽത്തിനും നമ്മുടെ സ്കിൻ ഹെൽത്തിനും ഒക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ചിയ സീഡ്സ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഓരോരുത്തരും ഇത് പറയുന്നത് വെറുതെ അല്ല. ഇത്രയും നമ്മൾ വീഡിയോസും ഇൻസ്റ്റഗ്രാം റീൽസും എല്ലാം ഈ ചിയ സീഡ്സിൻ്റെ ഇൻക്ലൂഡ് ആയിട്ടുള്ള
ഓരോ റെസിപ്പീസ് കാണുമ്പോൾ ഇത്രയും ഇത് വെറുതെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നണല്ലേ. അത് തന്നെയാണ് ചിയ പുഡിംഗ് ചിയ സീഡ്സിൻ്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ചിയ പുഡിംഗ് റെസിപ്പി. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ചിയ പുഡിംഗ് റെസിപ്പിയും ചിയ പുഡിങ്ങും ഇൻക്ലൂഡ് ആക്കുക, ചിയ സീഡ്സ് ഇൻക്ലൂഡ് ആക്കുക. രാവിലെ കുടിക്കുന്ന വെള്ളത്തിലായിക്കോട്ടെ ചിയ സീഡ്സ് ഇട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.